അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ ഉന്നതമാണ്. അതിലുപയോഗിക്കപ്പെട്ടിട്ടുള്ള ഓരോ പദങ്ങളും അതിവിശിഷ്ടമാണ് എന്ന് പല വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പ്രത്യേകം സൂചിപ്പിക്കാനുള്ള ഒരു പദം, ഇപ്പോൾ അറബി ഭാഷയിൽ മഴ എന്നുള്ളതിന് സാധാരണ മത്തർ എന്നാണ് നമ്മളൊക്കെ പറയാം. നസലൽ മത്തറു, മഴ ഇറങ്ങി, മഴ വർഷിച്ചു എന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ വിശുദ്ധ ഖുർആനിൽ മത്തർ എന്ന പദം പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുമ്പോൾ وَأَمْطَرْنَا عَلَيْهِمْ مَطَرًا فَسَاءَ مَطَرُ الْمُنذَرِينَ സൂറത്തുൻ നംലിൽ. അതോടൊപ്പം وَأَمْطَرْنَا عَلَيْهِمْ مَطَرًا فَانظُرْ كَيْفَ كَانَ عَاقِبَةُ الْمُجْرِمِينَ സൂറത്തുൽ അഅറാഫിൽ. അതോടൊപ്പം സൂറത്തുൽ ഫുർഖാനിൽ وَلَقَدْ أَتَوْا عَلَى الْقَرْيَةِ الَّتِي أُمْطِرَتْ مَطَرَ السَّوْءِ. ഇവിടൊക്കെ മത്തർ എന്ന് പറഞ്ഞ ഈ ഭാഗമൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ മഴയായിട്ടല്ല ഈ മഴ, മറിച്ച് ശിക്ഷയുടെ, അള്ളാഹു അവരെ നശിപ്പിക്കാൻ വേണ്ടി ചില ജനതയെ പറ്റി ആ ഒരു സംഭവങ്ങളൊക്കെ പറയുന്നിടത്താണ് മത്തർ എന്ന പദം പറയുന്നത്. എന്നാൽ അനുഗ്രഹത്തിൻ്റെ മഴയായിട്ടുള്ളത് എന്താ? وَهُوَ الَّذِي يُنَزِّلُ الْغَيْثَ مِن بَعْدِ مَا قَنَطُوا وَيَنشُرُ رَحْمَتَهُ. പ്രതീക്ഷയറ്റതിന് ശേഷം അവൻ അവൻ്റെ കാരുണ്യം വർഷിക്കുന്ന മഴയായിട്ട് പറയുന്നത് ഗൈസ് എന്ന പദമാണ് സൂറത്ത് ശൂറയിൽ. അതുപോലെ സൂറത്ത് യൂസുഫിലും ثُمَّ يَأْتِي مِن بَعْدِ ذَلِكَ عَامٌ فِيهِ يُغَاثُ النَّاسُ. പിന്നീട് അവർക്കൊരു വർഷം വരും, അവിടെ മഴ വർഷിക്കും അനുഗ്രഹത്തിൻ്റെ എന്ന് പറയുന്നു. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ മഴയായിട്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന നാമം ഗൈസ് എന്നാണ്. ശിക്ഷയുടെ, അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ, പല ആളുകളും അവരുടെ തോന്നിവാസത്തിൻ്റെ അല്ലെങ്കിൽ അവർക്ക് പരീക്ഷണമായിട്ടൊക്കെ ശിക്ഷയുടെ മഴയായിട്ട് വരുന്നതിനെയാണ് മത്തർ എന്ന് പറയുന്നത്. എന്നാൽ അനുഗ്രഹം ഗൈസ് എന്നാണ്. ഇങ്ങനെ ഖുർആൻ ആഴത്തിൽ പഠിക്കുവാനും അറിയുവാനും പകർത്തുവാനും ഒക്കെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.